വെൽക്കം ടു KNTILA ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ജൂൺ 2024 നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. ക്വസ്റ്റ്യൻ നോക്കുക. Perimeter of a regular hexagon is 42 centimeter. Then what is the radius of its circumcircle എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പെരിമീറ്റർ വന്നിട്ടുണ്ട് 42 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ P = നമ്മുടെ ഫോർമുല എന്താണ്? 6a ആണ്. a എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദി ഹെക്സഗൺ ആണെന്നറിയാം. പിയുടെ വാല്യൂ 42 ആണ്. 42 = 6a. അപ്പോൾ a = 42/6 ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഉത്തരം നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാവുന്ന പോയിന്റ് ഇതാണ്. വെൻ എ സർക്കിൾ സർക്കംസ്ക്രൈബ്സ് എ റെഗുലർ ഹെക്സഗൺ ഇറ്റ്സ് റേഡിയസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദി ഹെക്സഗൺ എന്നുള്ളതാണ് നമ്മുടെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തിയറി പ്രകാരം അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? a എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? റേഡിയസ് ഓഫ് ഇറ്റ്സ് സർക്കിളിന് ഈക്വലൻ്റ് ആണ്. എയുടെ വാല്യൂ 7 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര തന്നെയായിരിക്കും? 7 സെൻറ്റിമീറ്റർ. ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.